ഹായ് ഹലോ എല്ലാവർക്കും ഫോർ ഷൈനിങ് ഏഞ്ചലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ എന്ന് പറയുന്ന കുറച്ച് പ്ലാന്റ്സുകളെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ പ്ലാന്റ്സ് എങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നതെന്നും ഇവയ്ക്ക് എന്തെല്ലാം വളമാണ് കൊടുക്കുന്നതെന്നും എന്തെല്ലാം ഫെർട്ടിലൈസറാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നും ഇതെങ്ങനെയാണ് പോട്ടിൻ മിക്സ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് റീപോട്ടിങ് ചെയ്യുന്നതെന്നുമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ വെയിലൊന്നും കൊള്ളാതെ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇത്ര സുന്ദരികളായിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ റീപോട്ടിങ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ്സ് റെഡ് അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാനിതൊരു 8 മാസങ്ങൾക്ക് മുമ്പ് ഈ പോട്ടിൽ ഒരു തൈ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അത് ചുറ്റും തൈകളായി. അപ്പോൾ ഇത് ഇനി ഇതിനകത്ത് വളരാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ഞാൻ അത്രയും കൂടി വലിയൊരു പോട്ടിലേക്ക് ഇത് റീപോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് റീപോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൽ എന്തെല്ലാം വളമാണ് ഇടുന്നതെന്നും ഇതിങ്ങനെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ എന്തോരം മണ്ണാണോ എടുക്കുന്നതെന്ന് നമ്മളത് തീരുമാനിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഒരു പാത്രം മണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രം എടുക്കണോ ആ പാത്രത്തിൽ ഒരു പാത്രം മണ്ണ്, പിന്നെ അത്രയും തന്നെ മണലും എടുക്കുക. ഇത് ആറ്റുമണലൊന്നും അല്ല കേട്ടോ, മഴ പെയ്തിട്ട് റോട്ടിൽ കൂടി ഒഴുകി വന്ന മണലാണ്. ഇത് ഇട്ട് കൊടുക്കണത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ഇത്തിരി നല്ല പോലെ ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. വെള്ളം കെട്ടി നിൽക്കില്ല, നല്ലതാണ്, പെട്ടെന്ന് വേരോടാനും ഒക്കെ അതിന് നല്ലതാണ് മണൽ. ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അത്രയും തന്നെ ചാണകപ്പൊടിയാണ് കേട്ടോ. ചാണകപ്പൊടി നമ്മൾ എന്തിലും ഇട്ട് കൊടുക്കുന്നതാണ്. അതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചാണകപ്പൊടി. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചകിരിച്ചോറാണ്. ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം മണൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഇടുന്ന മുട്ടയുടെ തോട്, ഇത് ഞാൻ പൗഡറാക്കി പൊടിച്ചതാണ് കേട്ടോ. ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നല്ല കാൽഷ്യമാണ്, നന്നായിട്ട് ചെടി തഴച്ച് വളരും. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുമ്മായപ്പൊടിയാണ്. ഇത് ഞാൻ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുന്നത് pH ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഇതിൻ്റെ കീടങ്ങളെല്ലാം വരാതിരിക്കാനും മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറാനും നല്ലതാണ്. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ. എല്ലുപൊടി ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലാണ്, നല്ല പോലെ ചെടി വളരാനും. ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേനും ചെടി നല്ല പോലെ തഴച്ച് വളരും. അത്രയും റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് എല്ലുപൊടി. ഇനി ഞാനിവിടെ എടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങളെല്ലാം ചെറുത്ത് നിർത്താൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത്രയും പോട്ടിൻ മിക്സാണ് ഞാനൊരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കാറ്. എൻ്റെ എല്ലാ പ്ലാന്റ്സും നല്ല അടിപൊളിയായിട്ട് തഴച്ച് വളരുന്നുണ്ട്. അതിൻ്റെ രഹസ്യം ഇതാണ്. ഇനി നമുക്കിതിലേക്ക് 1 മാസം 1.5 മാസത്തേക്ക് യാതൊരു വളവും കൊടുക്കണ്ട. ഇങ്ങനെ പോട്ടിൻ മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ചെടി തഴച്ച് വളരുക തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ ചെടി വളർച്ചയുടെ രഹസ്യം ഇതാണ് കേട്ടോ. ഇനി ഞാൻ പോട്ട് എടുത്തിട്ട് അതിൻ്റെ ഡ്രൈനേജ് ഹോളെല്ലാം ഒന്ന് ഓക്കെ ആക്കിയിട്ട് കുറച്ച് ബേബി മിറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. ബേബി മിറ്റിൽ ഇട്ട് കൊടുക്കണത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഹോളിലേക്ക് ഈ പോട്ടിൻ മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോളൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോയിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ ചെടി സെറ്റ് ചെയ്യുകയാണ്. ഈ പോട്ടിൻ മിക്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ചട്ടി നിറഞ്ഞ് നല്ല ബുഷായിട്ട് വളരും. അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ആട്ടോ നടുന്നത്. ഇതാ ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കറക്റ്റ് ഒരു 3 ദിവസത്തേക്ക് ഇതിനകത്തേക്ക് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോളൂ, നല്ല സൂപ്പറായിട്ട് വളർന്നോളൂ. ഇനി എൻ്റെ കയ്യിലുള്ള കളക്ഷനുകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതൊരു അഗ്ലോണിമയാണ് കേട്ടോ. ഇതിലൊരു സിൽവർ ഒരു ഡിസൈൻ വന്നിട്ടുള്ളൊരു പ്ലാന്റ്സാണ്. പിന്നെയുള്ളത് ഇതും സിൽവർ കളറ് ഒരു ഷെയ്ഡ് വരുന്ന കേട്ടോ. ഇതൊക്കെ ചട്ടി നിറച്ചുമായി. ഇത് വേറെ ചട്ടിയിലൊക്കെ ആക്കാറായിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു അഗ്ലോണിമയാണ് കേട്ടോ.
പിന്നെയുള്ളത് ഒരു ലൈറ്റ് പിങ്കും കടും പിങ്കും ലൈറ്റ് ഗ്രീനും കടും ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ്സാണ്. ഇതിൻ്റെ ചോട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ പുല്ല് മുളയ്ക്കും, അതാണ് ഒരു സങ്കടം. എന്നിട്ടത് ഇടയ്ക്ക് മാസത്തിലൊരിക്കലും നമ്മളിതിൻ്റെ പുല്ലൊക്കെ പറിച്ച് ഇതുപോലെയൊന്ന് മണ്ണിളക്കി കൊടുക്കുകയാണെങ്കിൽ അവയ്ക്ക് നല്ല പോലെ വളർന്നോളൂ കേട്ടോ. നമ്മൾ അടിപൊളി പോട്ടിൻ മിക്സാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പുല്ലൊക്കെ പെട്ടെന്ന് തന്നെ കയറും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല കുട്ടപ്പനായിട്ട് തന്നെ വളർന്നോളും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ്സാണ് കേട്ടോ. നല്ല വലിയ ഇലയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് റെഡ് ലിപ്സ്റ്റിക്ക്. നമ്മൾ റീപോട്ടിങ് ചെയ്ത പ്ലാന്റ് തന്നെയാണ് ഇത്. ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. റെഡ് അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് എന്നാണ് ഇതിനെ പറയണത്. ഇതിനൊക്കെ ഞാൻ ആ പോട്ടിൻ മിക്സ് തന്നെയാട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ചട്ടി നിറച്ചും തൈകളാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരേ ചട്ടിയിലോട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ വെക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തണേ കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു തൈ കൊണ്ടുപോയി നട്ടതാ, എന്നിട്ട് ഇതുപോലെയായി. ഇത് പിങ്ക് റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതേപോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പിങ്ക് കളറാണ്. നല്ല രസമാണ് കാണാനിത്. ഇതും ചട്ടി നിറച്ച് തൈകളാണ്. ഇനി വരുന്നത് ഒരു സുന്ദരി പ്ലാന്റാണ് കേട്ടോ. ഇതിനകത്ത് എന്താ കളറെന്ന് ചോദിച്ചാൽ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഒരു 3 ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെയുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ചില ലീഫൊക്കെ പ്ലെയിൻ ആയിട്ടിരിക്കും, പിന്നെ അറ്റത്ത് കൂടെയൊക്കെ ഒരു ഗ്രീനൊക്കെ ആയിട്ട് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ റെഡ് അഗ്ലോണിമയുടെ റേറ്റ് നല്ല പോലെ ചെടി നഴ്സറിയിൽ ചോദിക്കുമ്പോൾ അറിയാം, നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ് കേട്ടോ റെഡ് അഗ്ലോണിമ. പിങ്ക് അഗ്ലോണിമയും റെഡ് അഗ്ലോണിമയ്ക്കൊക്കെ നല്ല വിലയാണ്. ഇതാണ് എൻ്റെ റെഡ് അഗ്ലോണിമ. കാറ്റും റെഡ് അല്ല കേട്ടോ, ഒരു ലൈറ്റ് റെഡ് പോലത്തെ ഒരു കളറാണ്. പിന്നെ ഗ്രീനും. നല്ല സുന്ദരിയായ പ്ലാന്റാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത്. അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല, അടിഭാഗം നല്ലോണം റെഡാണ് കേട്ടോ. അതിൻ്റെ മേൽഭാഗം മാത്രം ഒരു കടും പിങ്ക് പോലത്തെ ഷെയ്ഡ്, 2 ഷെയ്ഡ് പോലെയാണ് ഇത് നിൽക്കുന്നത്. എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് ചെടി. അപ്പോൾ ഞങ്ങളുടെ ഇൻഡോറിൽ ഇത്രയും സുന്ദരികളായിട്ട് ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പോട്ടിൻ മിക്സ് തയ്യാറാക്കിയ മണ്ണിൽ ഞാനിത് നട്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും സുന്ദരികളായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അഗ്ലോണിമയെ പരിചയപ്പെടാം. പിന്നെ ഇതാണ് ഒരു നടുക്കിൽ കൂടെ ഒരു റെഡ് ലൈൻ വരുന്ന ഒരു അഗ്ലോണിമയാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് മാന്തി കൊടുക്കും കേട്ടോ. കാരണം മണ്ണ് തറഞ്ഞാണോ ഇരിക്കണത്, അതിൻ്റെ ലെവലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും. പുല്ല് മുളച്ചോ അങ്ങനെയൊക്കെ വന്ന് നോക്കണ ഒരു സ്വഭാവം കൂടി ഉണ്ട്. അത് കാരണം എൻ്റെ ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് വളരുന്നുമുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് അതിൻ്റെ തന്നെ വേറൊരു ചെടിയാണ്. ഇതിൻ്റെ ലീഫിന് ഇത്തിരി വലുപ്പം കൂടുതലുണ്ട്, ഡിസൈനൊക്കെ അതുപോലെ തന്നെ. പക്ഷേ ഇത് രണ്ടും 2 സൈസ് ചെടിയാണ്. ഇതിൻ്റെ ലീഫ് ഇത്തിരി വലുപ്പമുണ്ട്. പിന്നെയുള്ളത് ഇതും ഒരു സുന്ദരിയാണ് കേട്ടോ. ഇതിങ്ങനെ പ്രയർ പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ് പോലെ നിൽക്കും. ഇത് കൈ കൂപ്പി നിൽക്കില്ലേ, അതിൻ്റെ ആ ലീഫ് അങ്ങനെ നിൽക്കത്തുള്ളൂ. കണ്ടോ, അതിൻ്റെ അടിയിലും പുല്ലാണ്. അപ്പോൾ ഇതാ അടുത്ത കളക്ഷൻ ഇതാണ്. ഇതിൻ്റെ ഇലയുടെ ഡിസൈനൊക്കെ നല്ല രസമാട്ടോ കാണാൻ. പിന്നെയുള്ളൊരു വെറൈറ്റി ഇതാണ്. ഇത് എല്ലാവരുടെയും തന്നെ വീടുകളിലുണ്ടാവും. പഴയ കാലങ്ങളിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇത് ഞാൻ 100 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പോൾ അത് ചെടിക്കടയിലൊക്കെ നല്ല വിലയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അഗ്ലോണിമ. പിന്നെയുള്ളത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു 20 ദിവസത്തോളമായിട്ടുള്ളൂ. ഇതിൽ തൈയൊന്നും പൊട്ടി മുളച്ച് വരാറായിട്ടില്ല. ഒരു 4-5 മാസമാകുമ്പത്തേനും വരും. കാരണം അടിപൊളി പോട്ടിൻ മിക്സ് ഇട്ട മണ്ണാണ് റെഡിയാക്കിയേക്കണത്.
അപ്പോൾ എന്തായാലും തൈകൾ ഉടനെ തന്നെ വരും. പിന്നെ ഉള്ളത് ഒരു സിൽവർ കളറിൽ തന്നെ വരുന്ന ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇത്. ഇതും പണ്ട് കാലങ്ങളിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ചെടി നഴ്സറിയിൽ നല്ല വിലയ്ക്കൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഞാനിത് ഒരു 100 രൂപയ്ക്ക് തന്നെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റ്സിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് 20 ദിവസം കൂടുമ്പോൾ കൊടുക്കും കേട്ടോ. റീപോർട്ടിങ് ചെയ്ത പ്ലാന്റ്സിന് 1.5 മാസത്തിന് ശേഷം കൊടുക്കുന്നത്. ബാക്കി എല്ലാ പ്ലാന്റ്സിനും ഞാൻ 20 ദിവസത്തിലൊരിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെജിറ്റബിൾ അരിയുന്നതിൻ്റെ വേസ്റ്റ് ഒരു ബക്കറ്റിൽ സേവ് ചെയ്തിട്ട് ഒരു 3-4 ദിവസം പുളിപ്പിച്ചിട്ട് 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് 1/2 കപ്പ് വീതം ഒഴിക്കാറുണ്ട്. പിന്നെ പച്ചച്ചാണകവും ശീമക്കൊന്നയുടെ ഇല, നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ശീമക്കൊന്നയുടെ ഇലയും പച്ചച്ചാണകവും പുളിപ്പിച്ച് 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ രാസവളങ്ങൾ ഒന്നും തന്നെ പൈസ കൊടുത്ത് മേടിച്ച് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൽ ഞാൻ വളം ഇടാറില്ല. ഞാൻ ഓർഗാനിക്കായിട്ടുള്ള ഇങ്ങനെയുള്ള വളം മാത്രമേ ഇടാറുള്ളൂ. എൻ്റെ ചെടി നല്ലതുപോലെ തഴച്ച് തന്നെ വളരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ചെടികളെല്ലാം കാണാൻ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.